നമസ്കാരം. എന്തെങ്കിലും ഒളിക്കാനുണ്ടോ? ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഇത് എന്റെ ചോദ്യമല്ല, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യമായിരുന്നു. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് KSIDCയിലേക്ക് വരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ മാസപ്പടി വിവാദത്തിൽ SFIO നടത്തുന്ന അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KSIDCക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ G വൈദ്യനാഥനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് മുൻപിൽ ഇത്തരത്തിൽ ഒരു ഹർജിയുമായി എത്തിയത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കുവാനുണ്ടോ? അപ്പോൾ KSIDCയുടെ അഭിഭാഷകന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വീണ്ടും ചോദിച്ചു. നിങ്ങൾക്കൊന്നും തന്നെ ഒളിക്കാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നത്? അന്വേഷണം നടക്കട്ടെ. എന്തിനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണം? അന്വേഷണം നടക്കട്ടെ. ഇതാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ മറുപടി. എന്നാൽ ഏത് അന്വേഷണത്തോടും ഞങ്ങൾ KSIDC സഹകരിക്കാൻ തയ്യാറാണെന്നും യാതൊരു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും നൽകാതെ, യാതൊരു തരത്തിലുള്ള ഒരു ഉത്തരവും നൽകാതെ KSIDCയിലേക്ക് 2 ദിവസത്തെ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 2 ദിവസത്തെ സാവകാശം ഞങ്ങൾക്ക് തരണം. 2 ദിവസം കഴിഞ്ഞ് അന്വേഷണവുമായി ഞങ്ങൾ സഹകരിക്കാമെന്നാണ് വീണ്ടും KSIDCയുടെ അഭിഭാഷകൻ പറഞ്ഞത്. എന്നാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വഴങ്ങുന്ന വിഷയമേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ അന്വേഷണത്തെ ഭയപ്പെടുന്നത്, അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത്? അവർ അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. പിണറായി വിജയനും സർക്കാരുമായി നല്ല രമ്യതയിലല്ല ഒരു കാലത്തും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നുള്ള വാർത്തകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കടന്നുപോകുന്ന നവകേരള സദസ്സിന്റെ യാത്ര കടന്നുപോകുന്ന ആ ബസ് കടന്നുപോകുന്ന വഴി സ്കൂൾ കുട്ടികളെ നടു റോഡിൽ പൊരിവെയിലത്ത് ഇറക്കി നിർത്തി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നവകേരള സദസ്സിനും അഭിവാദ്യമർപ്പിക്കുന്ന ചടങ്ങിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പൊതു താൽപര്യപ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കിട്ടിയ ഒരു ഹർജിയിന്മേലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർണായകമായ ഉത്തരവുണ്ടായത്. ഒരു കാരണവശാലും പാഠ്യവിഷയങ്ങൾക്കല്ലാതെ സ്കൂൾ കുട്ടികളെ തെരുവിലിറക്കി മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ അഭിവാദ്യം അർപ്പിക്കുവാനോ ജയ് വിളിക്കുവാനോ തെരുവിൽ ഇറക്കി വെയിലത്ത് ഇറക്കി നിർത്താൻ പാടില്ല. പാഠ്യ ഇതര വിഷയങ്ങൾക്ക് ഒരു കാരണവശാലും കുട്ടികളെ സ്കൂളിന് വെളിയിലേക്ക് ഇറക്കാൻ പാടില്ല എന്ന് തന്നെ കൃത്യമായ കർശനമായ നിർദ്ദേശം തന്നെയാണ് തന്റെ ഉത്തരവിലൂടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്ന് ഇറക്കിയത്. ഇത് പിണറായി വിജയന്റെ കരണത്തേറ്റ ഏറ്റവും വലിയ പ്രഹരം തന്നെയായിരുന്നു. പിന്നീട് സ്കൂൾ ബസ്സുകൾ നവകേരള സദസ്സിന് പോകുവാൻ വേണ്ടി ജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൈക്കൊള്ളുകയുണ്ടായി. എന്നാൽ ഈ നടപടിക്കെതിരെയും പൊതു താൽപര്യ ഹർജി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുൻപിൽ എത്തുകയുണ്ടായി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തുകയുണ്ടായി. അതിനും കൃത്യമായ രീതിയിൽ തന്നെ ഒരു ഉത്തരവായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു കാരണവശാലും പാഠ്യേതരമായ വിഷയങ്ങൾക്ക് വേണ്ടി സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കുവാൻ പാടില്ല. സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. സ്കൂൾ സമയത്ത് ബസ്സുകൾ ഏത് സമയത്തും വിദ്യാലയങ്ങളിൽ ഉണ്ടായിരിക്കണം. പാഠ്യേതരമായ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു കാരണവശാലും സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് തന്റെ ഉത്തരവിലൂടെ അന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇറക്കിയത്. ഇതും പിണറായി വിജയന് കൂനുമേൽ കുരു പോലെ ആയി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യക്ഷത്തിൽ സർക്കാരിനും പിണറായി വിജയനും ഇങ്ങനെ നിരന്തരമായ എതിരായ വിധികൾ പുറപ്പെടുവിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ അഭിഭാഷകനെ ഇറക്കി G വൈദ്യനാഥനെ ഇറക്കി മിനിറ്റുകൾക്ക് ലക്ഷം രൂപയാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപയാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവന്ന് തന്നെയാണ് KSIDCയിലേക്കുള്ള SFIOയുടെ കടന്നുവരവിനെ തടയുന്നതിന് വേണ്ടി 2 ദിവസത്തേക്ക് G വൈദ്യനാഥനെ കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി കൊടുപ്പിച്ചത്. എന്നാൽ അത് നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു. ഈ വരുന്ന 12-ാം തീയതി വീണ്ടും ഈ ഹർജി പരിഗണിക്കാം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പുറകിൽ കൃത്യമായി കരുക്കൾ നീക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. തന്റെ മകളിലേക്ക് അന്വേഷണം എത്തുന്നു, മാസപ്പടി വിവാദം തന്റെ മകളിലേക്ക് എത്തുന്നു എന്ന് കണ്ടറിഞ്ഞ്
മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനെ, ഏറ്റവും വില കൂടിയ അഭിഭാഷകനെ ഇറക്കി ഏത് വിധേനയും തന്റെ മകളെ രക്ഷിച്ചെടുക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ CMRL 2 ദിവസം നീണ്ട റെയ്ഡ് കഴിഞ്ഞിരിക്കുന്നു. ഈ റെയ്ഡിൽ വിലപ്പെട്ട പല രേഖകളും SFIO കണ്ടെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളും CMRLും തമ്മിൽ ക്രമവിരുദ്ധമായ ചട്ടവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നു. സെബി ചട്ടലംഘനം തന്നെ സാമ്പത്തിക ക്രമക്കേടുകളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. CMRL നിന്നും വളരെ വിലപ്പെട്ട രേഖകൾ തന്നെയാണ് SFIOക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ തീർച്ചയായും കുടുങ്ങും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും മറ്റുള്ള ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. മാസപ്പടി വിവാദം തണുത്താറി ഏതെങ്കിലും വിധത്തിൽ പോകും എന്നാണ് നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസ് ഇപ്പോൾ CMRL റെയ്ഡ് നടത്തി വിലപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു. വീണ്ടും ഇന്ന് KSIDCയിൽ റെയ്ഡ് നടത്താനെത്തുന്നു. KSIDCയിലെ റെയ്ഡ് പൂർത്തിയായതിനു ശേഷം തീർച്ചയായും വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്കായിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എത്തുക എന്ന് കണ്ടറിഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്കലാപ്പിലായി, നെട്ടോട്ടത്തിലായി. ഏത് വിധേനയും തന്റെ മകളെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ, ഏറ്റവും വിലപിടിപ്പുള്ള, പൊന്നും വിലയുള്ള അഭിഭാഷകനെ തന്നെ ഇറക്കി ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏത് വിധേനയും KSIDCയിൽ നടക്കുന്നത് സ്റ്റേ ചെയ്യുക, KSIDCയിലെ അന്വേഷണം സ്റ്റേ ചെയ്യുന്നത് വഴി വീണ്ടും അത് എക്സാലോജിക്കിലേക്ക് എത്തുവാനുള്ള ഒരു സമയം കൂടി നീട്ടിക്കിട്ടുന്നത് തന്നെയായിരിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഈ സമയത്തിനകം തന്നെ മതിയായ രേഖകൾ മാറ്റുക എന്നുള്ള കുബുദ്ധിയോട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ. എന്നാൽ KSIDCയിൽ റെയ്ഡിനെത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അവിടെ ദൈനംദിനം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ദൈനംദിനം ആവശ്യമുള്ള രേഖകൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് 2 ദിവസത്തെ സാവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ചെയ്യുവാൻ വേണ്ടി കോടതിയെ സമീപിച്ചത് എന്നാണ് KSIDCയുടെ അഭിഭാഷകൻ പറഞ്ഞത്. എന്നാൽ ഇവർക്ക് യാതൊന്നും തന്നെ ഒളിക്കാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? റെയ്ഡ് നടക്കട്ടെ എന്ന് തന്നെയാണ്, അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വീണ്ടും ആവർത്തിച്ചത്. എന്തായാലും ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം കൃത്യമായി വ്യക്തമായിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജിക് എന്ന കമ്പനിക്കും പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ മാസപ്പടി വിവാദവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. CMRL റെയ്ഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ, SFIO കടത്തിക്കൊണ്ടുപോയ രേഖകളിൽ വീണ വിജയനും എക്സാലോജിക്കിനും CMRLുമായി അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് സെബി നിയമത്തിന്റെ ചട്ടലംഘനത്തോടു കൂടി തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിനാൽ ഏത് വിധേനയും ഈ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനിലേക്കും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും എത്തും എന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് അത് ഏത് വിധേനയും തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ വാങ്ങിക്കുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ വൈദ്യനാഥനെ തന്നെ ഇറക്കി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുക്കൽ നീക്കുന്നത്, കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും യാതൊരു വിധ പ്രയോജനവുമില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും KSIDCയിൽ നടക്കുന്ന റെയ്ഡിന് ശേഷം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയുന്നത്. മാത്രമല്ല KSIDC എന്നുള്ളത് സർക്കാരിന്റെ സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ KSIDCക്ക് CMRLിൽ 13% ഓഹരി ഉള്ളതിനാൽ സർക്കാരിന്റെ തലവൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയനും ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് KSIDCയുടെ 3 പ്രതിനിധികളാണ് CMRLിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉള്ളത്. ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ തലവനായ, KSIDCയുടെ തലവനായ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തലവനായ മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതിനാൽ CMRLിൽ നടന്നിരിക്കുന്ന അനധികൃത ഇടപാടുകൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിവക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് KSIDCയിലെ റെയ്ഡിന് ശേഷം വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എത്തും. അതിനുശേഷം ക്ലിഫ് ഹൗസിലേക്കോ സെക്രട്ടേറിയറ്റിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ ഈ അന്വേഷണം എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടരും ഭയപ്പെടുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഏത് വിധേനയും ഈ അന്വേഷണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യുക എന്നുള്ള ആവശ്യത്തോടു കൂടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ ഇറക്കി സർക്കാർ ഖജനാവിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുത്തു തന്നെ വീണയെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതെന്തായാലും മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഇരുട്ടുകൊണ്ട് ഊട്ടയടയ്ക്കുന്ന ഒരു പരിപാടിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുമ്പിൽ നടക്കില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ചിദംബരത്തെ പോലും, ചിദംബരത്തിന്റെ മകനെയും ചിദംബരത്തെയും തീഹാർ ജയിലിൽ മാസങ്ങളോളം കിടത്തിയ ആൾ തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ
ഏജൻസിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദ്. ഈ അരുൺ പ്രസാദ് തന്നെയാണ് ഇപ്പോൾ CMRLലേക്കും KSIDCയിലേക്കും എല്ലാം റെയ്ഡിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ വീണ്ടും വീണ വിജയന്റെ എക്സാലോജിക്കിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്തിച്ചേരുമ്പോൾ കേന്ദ്രമന്ത്രി ചിദംബരത്തിന്റെ മകനും ഉണ്ടായ അനുഭവം, അതായത് അവർ തീഹാർ ജയിലിൽ കഴിയേണ്ടി വന്ന അനുഭവം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയനും ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയും മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് KSIDCയിൽ നടക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ റെയ്ഡ് ഏത് വിധേനയും തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സുപ്രീം കോടതി അഭിഭാഷകനെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേ ചെയ്യുവാൻ വേണ്ടി പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും സ്റ്റേ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അന്വേഷണം നടക്കട്ടെ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കട്ടെ. നിങ്ങൾക്ക് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ല. അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ. വീണ്ടും 12-ാം തീയതി ഹർജി പരിഗണിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഉത്തരവ് പിണറായി വിജയനും എക്സാലോജിക് എന്ന കമ്പനിയുടെ ഉടമയായ വീണ വിജയനും കൂനിന്മേൽ കുരുവായിരിക്കുന്നു. ഇരുട്ടത്ത് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമായിരിക്കുന്നു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വീണ വിജയന്റെയും ഭാവി എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെ.